ഹലോ സാറാണ് പുതിയ വീഡിയോസാണ്. ഇന്ന് ഗൈസ് നമ്മള് ഓണപരീക്ഷന്റെ വെയിറ്റ് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഇത്ര ദിവസം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്റേഴ്സിന്റെയും കാര്യങ്ങളൊക്കെ. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കമന്റിൽ ലിങ്ക് അവരിട്ട് അയച്ചു തരുന്നതാണ്. പക്ഷെ അതിൽ തന്നെ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഇൻസ്റ്റഗ്രാം മാത്രം നോക്കാത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് ഇത് ഡയറക്റ്റ് അപ്ലോഡ് ആക്കുന്നത്. അപ്പൊ ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ച ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കൊന്നും അത് കിട്ടാൻ ചാൻസ് ഇല്ല. 10th പഠിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ യൂട്യൂബിലേക്ക് ഈ സംഭവം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഓരോ സബ്ജക്റ്റിന്റെയും ചാപ്റ്റേഴ്സ് ആയിട്ട് നോക്കാം. എത്ര ചാപ്റ്റേഴ്സ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഈ മലയാളം മീഡിയം വേണമെങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മലയാളം മീഡിയം ആൾക്കാരൊന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് നേരെ അതിലേക്ക് അടക്കാം. മലയാളം മീഡിയം ഇത് ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞു കഴിഞ്ഞ് അടുത്ത് പറയുന്നതായിരിക്കും. അപ്പൊ ഈ മാത്സിലാണ് ആദ്യത്തെ തന്നെ വരുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്മെറ്റിക് സീക്വൻസസ്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൽജിബ്ര, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഏകദേശം 5 ചാപ്റ്റർ ആണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഒന്ന് എഴുതിയെടുത്തോ. അരിത്മെറ്റിക് സീക്വൻസസ്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൽജിബ്ര, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു മാത്സിൽ വരുന്നത്. 5 ചാപ്റ്റർ ആണ്. ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഇനിയും ടൈം ഉണ്ട്. ഈ ടൈം ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ വിടണ്ട, അത്യാവശ്യം ടൈം തന്നെയുണ്ട്. പിന്നെ സോഷ്യൽ സയൻസിന് ഏകദേശം 6 ചാപ്റ്റർ ആണ് വരുന്നത്. ജോഗ്രഫിയും ഹിസ്റ്ററിയും കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഫസ്റ്റത്തെ ചാപ്റ്റർ ആയ ഹ്യൂമനിസം, സെക്കൻഡ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, സോഷ്യൽ അനലൈസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻസ്, വെതർ ആൻഡ് ക്ലൈമറ്റ്, ക്ലൈമറ്റിക് റീജൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചസ്, കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഏകദേശം 6 പാഠം വരുന്നത്. വെതർ ആൻഡ് ക്ലൈമറ്റ്, ക്ലൈമറ്റിക് റീജൻസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ചസ്, കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഇത് മൂന്നുമാണ് നമ്മളെ ജോഗ്രഫിയിൽ വരുന്നത്. ഹ്യൂമനിസം, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, സോഷ്യൽ അനലൈസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻസ്. ഇതാണ് ഈ നമ്മളെ ഹിസ്റ്ററിയിൽ വരുന്നത്. എല്ലാവരും എഴുതിയെടുത്തെന്ന് കേൾക്കും. ഇല്ലെങ്കിൽ ഒന്ന് ബാക്കോട്ട് അടിച്ചിട്ട് നോക്കിക്കോ. അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ മലയാളം മീഡിയത്തിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഥവാ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ള ആളാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് സായി സ്ലോഗി എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. ആ ഒരു അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഒന്ന് എനിക്ക് ലിങ്ക് ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം ആണ് കിട്ടുക. അതിൽ നിങ്ങൾ മലയാളം മീഡിയം എന്നൊന്ന് എനിക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം മീഡിയം കിട്ടുന്നതായിരിക്കും. പിന്നെ ബയോളജിയിലേക്ക് കടക്കുമ്പോൾ 2 ചാപ്റ്റർ വരുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിപ്പോ മലയാളം മീഡിയംകാർക്കും മനസ്സിലാകുന്നതായിരിക്കും. ജെനറ്റിക്സ് ഓഫ് ലൈഫ്, പാർട്സ് ഓഫ് എവല്യൂഷൻ. 2 ചാപ്റ്റർ ആണ് വരുന്നത്. ഫിസിക്സിലേക്ക് കടക്കുമ്പോൾ സൗണ്ട് വേവ്സ്, ലെൻസസ്, ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻസ്. ഫിസിക്സിൽ 3 ചാപ്റ്റർ ആണ് വരുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ. ഇത് 3 വരുന്നത്. മലയാളം മീഡിയംകാർക്കും ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് നിങ്ങൾ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റർ ആണ് ഫിസിക്സിൽ വരുന്നത്. ബയോളജിയിൽ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ. പിന്നെ കെമിസ്ട്രിയിലും ഫസ്റ്റത്തെ 3 ചാപ്റ്റർ ആണ് വരുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. രണ്ടാമത്തെ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. മൂന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത്രയും ചാപ്റ്റർ ആണ് വരുന്നത്. ഈ 3 ചാപ്റ്റർ ആണ് മലയാളം മീഡിയംകാരും നോക്കിക്കോ. 1, 2, 3 ചാപ്റ്റർ ആണ് വരുന്നത്. ഫസ്റ്റത്തെ 3 ചാപ്റ്റർ, ബയോളജിയിൽ ഫസ്റ്റത്തെ 2 ചാപ്റ്റർ, ഫിസിക്സിൽ ഫസ്റ്റത്തെ 3 ചാപ്റ്റർ. ഇത്രയാണ് വരുന്നത്. അപ്പൊ മലയാളം മീഡിയംകാർ നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ഞാൻ ടെസ്റ്റ് ഒക്കെ എടുത്ത് മുമ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. സോഷ്യൽ സയൻസ് ആദ്യം നോട്ട് ചെയ്തോ. ഫസ്റ്റത്തെ ചാപ്റ്റർ ഹ്യൂമനിസം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഫസ്റ്റത്തെ ചാപ്റ്റർ മലയാളത്തിൽ എനിക്ക് എന്നാ അറിഞ്ഞൂടാ. നിങ്ങൾ ഫസ്റ്റത്തെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ അങ്ങനെ നോക്കിക്കോ. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആണ് ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് 1, 2, 3 അങ്ങനെ നോക്കിക്കോ. സോഷ്യൽ സയൻസിൽ ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട്. സാമൂഹ്യ ശാസ്ത്രത്തിലാണ്. ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററും വരുന്നുണ്ട്. മൂന്നാമത്തെ ഓക്കെ ഗൈസ്, ഇത് 3 വരുന്നുണ്ട്. ഹിസ്റ്ററിയിലാണ് 3 ചാപ്റ്റർ വരുന്നുണ്ട്. ഹിസ്റ്ററി ഫസ്റ്റത്തെ. സോഷ്യൽ സയൻസ് 1 വരുമ്പോ 3 ചാപ്റ്ററും അത് ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. മറ്റേതൊക്കെ വരുമ്പോ ഒറ്റ മിനിറ്റ് മാറ്റം ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടെ, നോക്കട്ടെ. അപ്പൊ ഫസ്റ്റത്തെ ചാപ്റ്റർ ഓക്കെ ആണ്. രണ്ടാമത്തെ ചാപ്റ്ററും
ഉണ്ട്, രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട്, മൂന്നാമത്തെ ചാപ്റ്റർ ഇല്ല. മൂന്നാമത്തെ ചാപ്റ്റർ മാറിയിട്ട് നാലാമത്തെ ചാപ്റ്റർ ആണുള്ളത്. പൈസ ഒന്ന് നോക്കിക്കോ. ജോഗ്രഫിയിൽ സോഷ്യൽ സയൻസ് 2 സാമൂഹ്യശാസ്ത്രം 2 നിങ്ങൾക്ക് വരുന്നത് ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും നാലാമത്തെ ചാപ്റ്റർ ആണ്. മൂന്നാമത്തെ ചാപ്റ്റർ ഇല്ല. അതെന്താ പറഞ്ഞൂടാ, മൂന്നാമത്തെ ചാപ്റ്റർ റിമൂവ് ചെയ്തിട്ട് നാലാമത്തെ ചാപ്റ്റർ ആണ് വരുന്നത്. 1, 2, 4 എല്ലാം നോട്ട് ചെയ്ത് കേൾക്കുന്നു. മാത്സിൽ ഞാൻ പറഞ്ഞുതരാം. മാത്സ് ഏകദേശം അരിത്മെറ്റിക് സീക്വൻസ് ഒന്നാമത്തെ ചാപ്റ്റർ വരും, രണ്ടാമത്തെ ചാപ്റ്റർ വരും, മൂന്നാമത്തെ ചാപ്റ്റർ വരും, 4, 5. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. 4, 5 ചാപ്റ്റർ, 5 ചാപ്റ്റർ. ആദ്യത്തെ 5 ചാപ്റ്റർ ആണ് മാത്സിൽ വരുന്നത്. അപ്പൊ ഈ 2 മീഡിയംകാർക്കും വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഒക്കെ മാത്സിൽ ഫസ്റ്റത്തെ 5 ചാപ്റ്റർ 1, 2, 3, 4, 5 അരിത്മെറ്റിക് സീക്വൻസസ്. അത് ഞാൻ പേര് പറയുന്നില്ല, മലയാളം ഇംഗ്ലീഷ് മീഡിയം ഒന്ന് നോക്കിയാൽ മതി. മാത്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ 5ാമത്തെ ചാപ്റ്റർ വരെ ഉണ്ട്, 5 ചാപ്റ്റർ ആണ് വരുന്നത്. സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററി ഉണ്ട് ടെസ്റ്റ്. എന്ന് വെച്ചാൽ സോഷ്യൽ സയൻസ് 1 ടെസ്റ്റ് എടുത്ത, സാമൂഹ്യശാസ്ത്രം ഒന്നാമത്തെ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ 3 ചാപ്റ്റർ ആണ് വരുന്നത്. ഹിസ്റ്ററിയിൽ ഫസ്റ്റത്തെ 1, 2, 3 ചാപ്റ്റർ ആണ് ഫസ്റ്റത്തെ വരുന്നത്. പിന്നെ സെക്കൻഡ് സോഷ്യൽ സയൻസ് 2 എടുക്കുന്നതാണ് നിങ്ങൾക്ക് 1, 2, 3 ചാപ്റ്റർ അല്ല വരുന്നത്. 1, 2, 4 ചാപ്റ്റർ ആണ് വരുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ ഇല്ല. 1, 2, 4 ചാപ്റ്റർ, 3 ചാപ്റ്റർ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊന്ന് ഇൻസ്റ്റയിൽ എൻ്റെ റീൽ ഇട്ടിട്ടുണ്ട്, അതിലാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് അയച്ചു തരാം. ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇതൊന്നും കൂടി യൂട്യൂബ് വീഡിയോ ഒന്ന് ബാക്കൗട്ട് അടിച്ചിട്ട് ഒന്നും കൂടി കേട്ടോക്കെ നിങ്ങൾക്ക് തിരിഞ്ഞ് ഞാൻ വിചാരിക്കുന്നു. എനക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകുന്നത്. അതുകൊണ്ടാണ് ബയോളജിയിൽ ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നത്. ഫിസിക്സിലാവുമ്പോൾ 3 ചാപ്റ്റർ ആണ്, ഫസ്റ്റത്തെ 3 ചാപ്റ്റർ ആണ് വരുന്നത്. ബയോളജിയിൽ ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും, ഫിസിക്സിൽ 1, 2, 3 വരുന്നുണ്ട്, കെമിസ്ട്രിയിൽ 1, 2, 3 വരുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു സംശയം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ ചെയ്തിരുന്നു. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നതായിരിക്കും നിങ്ങളെ കൂടെ തന്നെയുണ്ട്. ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോ കാണുന്നു.